നമസ്കാരം, കറിവേപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോർത്ത് കേരളയിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു വിഭവം ഉന്നക്കായ. ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റുള്ളതുമാണ് ഈ ഉന്നക്കായ. വീഡിയോ അവസാനം വരെ കാണുക, ടിപ്സ് കാണാനും മറക്കരുത്. ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പഴുക്കണമെന്നില്ല പഴം, കുറച്ചുകൂടി ഒരു മീഡിയം പഴുത്തത് മതി. അപ്പോഴേ നമുക്കിതിൻ്റെ ഷേപ്പൊക്കെ ഒറിജിനലി കിട്ടുകയുള്ളൂ. ഈ 2 എണ്ണത്തിൻ്റെ ഞാൻ ഇത് 2 വശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, നല്ല പഴുത്ത പഴമാണെങ്കിൽ അതിന് ഒരു പരിഹാരമുണ്ട്, ഞാൻ പറയാം. ഇതുപോലെ കത്തി കൊണ്ട് 2 പഴത്തിലും ഓരോ സ്ലിറ്റ് ഇടുക. എന്നിട്ട് ഇത് ആവിയിൽ പുഴുങ്ങണം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ മതി. ഞാൻ പക്ഷേ ഇത് ഓവനിലാണ് മൈക്രോവേവ് ചെയ്തെടുത്തത്. ഒരു പഴത്തിന് 2 മിനിറ്റ് ആ കണക്ക് വെച്ച് ഒന്ന് എടുത്താണ്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ആ കറുത്ത കുരുവൊക്കെ ഒന്ന് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമുക്കിത് കറുത്ത പൊട്ട് പോലെ ഇരിക്കും. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭംഗിയും കുറവായിരിക്കും. നീളത്തിൽ തന്നെ പുഴുങ്ങണമെന്നില്ല. ഒന്നുകൂടെ കുറുകെ മുറിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നല്ലതായിട്ട് ആവി വരുമ്പോൾ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നാരും കുരുവും ഒക്കെ കളഞ്ഞ പഴം 2 എണ്ണം എടുത്തല്ലോ, അത് രണ്ടും നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. നമ്മൾ കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും മതി. അപ്പോൾ നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അത് നല്ല തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അതേസമയം അത്ര നന്നായിട്ട് പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴേ ഇത് നമുക്ക് അന്നേരം തന്നെ ഇത് ചെയ്യാം. പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. ഒട്ടും തരിയില്ലാതെ കുഴച്ച് നമുക്കൊന്നും അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണം. ഒരു സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നട്ട്സ് ഇടുക. ഒന്ന് ചോപ്പ് ചെയ്തതായിരിക്കണേ. അതൊന്ന് പകുതി മൂത്ത് വരുമ്പോഴേക്കും അതിനകത്ത് 1 ടേബിൾ സ്പൂൺ റൈസിൻസും കൂടി ഇടുക. പിന്നെ അതും ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് 1/2 കപ്പ് തിരുമിയ തേങ്ങ അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ, ഓരോ പ്രാവശ്യം ഇടുമ്പോഴും. ഇനി ഇവിടെ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം കരിപ്പട്ടി, അതായത് പാം ഷുഗറാണ് ഉപയോഗിക്കുന്നത്. അത് ചീകിയെടുത്തത് ഒരു 1/4 കപ്പ് അതിലേക്ക് ഇടണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ടിപ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇനി അത് ചെറിയ ഒരു മീഡിയം ഫ്ലെയിം മതി. അത് ഒന്ന് ഉരുകി ആ തേങ്ങയിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് നല്ലൊരു മിക്സായിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ല കരിപ്പട്ടി ആയതുകൊണ്ട് അങ്ങ് ചീകി കിട്ടണേ. മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ കരിപ്പട്ടി. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ ഉന്നക്കായ കഴിക്കാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അതിൻ്റെ പകുതി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ഒഴിക്കാം. ഞാനൊരു പാത്രത്തിലിട്ട് ഒന്ന് കലക്കിയതിന് ശേഷമാണ് ഒഴിച്ചത്. ഡയറക്റ്റ് ഒഴിച്ചാൽ മതി. മുട്ട ഒരു ഓപ്ഷനിലാണ്, വെജിറ്റേറിയൻസ് മുട്ട ഒഴിവാക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടണം. മുട്ടയുടെ മോശമായ ടേസ്റ്റുകളൊന്നും കാണില്ല. ഈ ഏലക്കാപ്പൊടിയും കൂടി ഇടുമ്പോഴേക്കും നല്ല ഫ്ലേവറൊക്കെ നല്ല കറക്റ്റ് ആവും. അപ്പോൾ ഇനി നമുക്കിതിനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പഴം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചല്ലോ, അതൊന്ന് നോക്കാം. നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ 2 നല്ല ഒരുവിധം വലിപ്പമുള്ള പഴമാണ്. അതിനകത്ത് ഞാൻ 5 എണ്ണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. കയ്യിൽ അല്പം നെയ്യ് ഒന്ന് തൂക്കുക. എന്നിട്ട് അതിൻ്റെ ഏകദേശം ഒരു നാരങ്ങയെക്കാട്ടിലും ഒരു അല്പം കൂടി വലുതാണ് ഞാൻ എടുത്തത്. എടുക്കുമ്പോൾ കുറച്ചുകൂടി ചെറുതാക്കിയാലും നല്ലതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ആ നെയ്യുള്ള സ്ഥലത്ത് വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. പഴത്തിനെ കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ. അപ്പം നന്നായിട്ട് നമുക്കിത് പരത്താൻ പറ്റും. 1 ടേബിൾ സ്പൂൺ വീതം ഓരോന്നിനകത്തേക്കും ഒന്ന് മിക്സ് വെച്ച് സാവകാശം നമ്മളൊന്ന് അറ്റമൊക്കെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് അതിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ പൊട്ടലുകളോ വല്ലതും ഉണ്ടെങ്കിൽ അവിടേക്ക് ചെറിയൊരു പീസ് എടുത്ത് വെച്ചൊന്ന് ചേർത്ത് വെച്ച് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് 5 എണ്ണം ഉണ്ടായിരുന്നേ. ഇത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നെയ്യിൽ വറക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതെല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് ഇടുക.
ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിം കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക, മീഡിയം ഫ്ലെയിം ആക്കുക. ഇതിലൊരെണ്ണത്തിൽ അല്പം ചെറുതാണ്. അപ്പം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ഉരുട്ടി ആദ്യം ഉരുട്ടി വെക്കണം. 5 ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരേ സൈസിലുള്ളത് കിട്ടും. പിന്നെ അതൊന്ന് ഇതൊരുവിധം ഷാലോ ഫ്രൈ എന്ന് പറയാം. നെയ്യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഇട്ട ഉടനെ ആദ്യം ഇളക്കരുത്. ഒരു ശകലം ഒരു 1/2 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ 1 മിനിറ്റത്തേക്ക്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിടുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്ത് ഞാൻ 2 വശവും ഇതുപോലെ മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ആ 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അങ്ങ് കോരിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ സൂപ്പർ ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടിപ്സ് കൂടി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഇന്നത്തെ ടിപ്സിൽ ഞാൻ കരിപ്പെട്ടി അഥവാ പാം ഷുഗർ അല്ലെങ്കിൽ പാം ജാഗറി ഇതിനെപ്പറ്റിയാണ് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. പഞ്ചസാരയെ പോലെ അല്ല കരിപ്പെട്ടി. ഒരുപാട് ഗുണങ്ങളുണ്ട് കരിപ്പെട്ടിക്ക്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വൈറ്റമിനും മിനറൽസും ഒക്കെ ധാരാളം, അതായത് അയൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഒക്കെ കരിപ്പെട്ടിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയെ പോലെ അധികം പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കരിപ്പെട്ടിയിൽ ധാരാളം ന്യൂട്രിയൻസ് ഉള്ളത്. പിന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്, അതായത് പതിയെ നമ്മുടെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഷുഗർ കൂടുകയില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് കരിപ്പെട്ടി ഡയബറ്റിക് ഷുഗർ എന്നോ അല്ലെങ്കിൽ ഡയബറ്റിക് ഫ്രണ്ട്ലി എന്നോ ഒക്കെ പറയപ്പെടുന്നത്. ഇതാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ച കരിപ്പെട്ടി. നല്ല കമ്പനിക്കാരുടെ കരിപ്പെട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. ഇത് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ട്രിവാൻഡ്രത്ത് ആമസോണിൽ പല വെറൈറ്റിയിലുള്ളതുണ്ട്. പാം ജാഗറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ളതും വിലയൊക്കെ നോക്കി നമുക്ക് വാങ്ങാം. ഈ കരിപ്പെട്ടി ഞാൻ വാങ്ങിയത് കിലോയ്ക്ക് 450 രൂപയായിരുന്നു. 1/2 കിലോയുടെ ഒരു പാക്കറ്റാണിത്. 225 റുപ്പീസിന്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതുപോലെ പല ടൈപ്പുണ്ട്, വാങ്ങാൻ കിട്ടും. കരിപ്പെട്ടിയുടെ പൗഡർ ആമസോണിൽ കണ്ടു, വാങ്ങിയിട്ടില്ല, ഞാൻ വാങ്ങിയില്ല. ഈ കരിപ്പെട്ടി പൗഡർ കുക്കിങ്ങിനും ബേക്കിങ്ങിനും പിന്നെ ചായ, കാപ്പി, സ്മൂത്തി, മറ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടാക്കാനും എല്ലാം നല്ലതാണെന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. ഒരു ഹെൽത്തിയർ ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് വൈറ്റ് ഷുഗറിന് പകരം നമുക്കിത് ഉപയോഗിക്കാമെന്ന് ആണ് അവർ അവകാശപ്പെടുന്നത്. ഞാനിത് വാങ്ങി നോക്കിയിട്ടില്ല. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല. ഇടയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കരിപ്പെട്ടി ഉപയോഗിച്ച് റെസിപ്പീസ് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ശീലമാകുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. എന്തായാലും ആരോഗ്യപരമായിട്ട് വളരെ ഗുണങ്ങൾ അടങ്ങിയ ഈ കരിപ്പെട്ടി നമുക്ക് ഒരു ശീലമാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഉന്നക്കായ ഈ കരിപ്പെട്ടി ഉപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നറിയാമല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ. താങ്ക് യു.